വെൽക്കം ടു നീറ്റ് മാസ്റ്റർ മലയാളം. ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എൻസൈം ആക്ടിവിറ്റി എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ആ എൻസൈം ആക്ടിവിറ്റിനെ എന്തൊക്കെ ഘടകങ്ങൾ ആണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻസൈം ആക്ടിവിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ടെമ്പറേച്ചറിനും pHനും സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനിൽ വരുന്ന ചേഞ്ചിനും പിന്നെ ബൈൻഡിങ് ഓഫ് സ്പെസിഫിക് കെമിക്കൽസും ഇത്രയും കാര്യങ്ങൾക്കാണ് എൻസൈമിൻ്റെ ആക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞു ടെമ്പറേച്ചറിന് നല്ല രീതിയിലായിട്ട് എൻസൈം ആക്ടിവിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. Each enzyme shows highest activity at a particular temperature called optimum temperature. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആണെങ്കിൽ അത് നല്ല രീതിയിലുള്ളൊരു ആക്ടിവിറ്റി കാണിക്കും. അത് ആ ഒപ്റ്റിമം ടെമ്പറേച്ചർ അതാണ് 35 to 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻസ് ബോത്ത് എബോവ് ആൻഡ് ബിലോ ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഈ ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ കൂടിക്കഴിഞ്ഞാലോ അതിൽ ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ കുറഞ്ഞു കഴിഞ്ഞാലോ എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻസ് ചെയ്യും. ദെൻ എൻസൈം ആക്ടിവിറ്റി ഈസ് ഇനാക്ടിവേറ്റഡ് ബൈ ലോ ടെമ്പറേച്ചർ. അതായത് തീരെ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ എൻസൈം ആക്ടിവിറ്റി തീരെ ഇതായിരിക്കും, അതായത് ഇനാക്ടിവേറ്റ് ആയി പോകും എൻസൈംസ്. അപ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അത് ഒരുപാട് ദിവസം കേടാവാതിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് എൻസൈംസ് ഒക്കെ അതിനെ അഫക്റ്റ് ചെയ്യാവുന്ന മൈക്രോബ്സ് ഒക്കെ ഈ എൻസൈംസും ഒക്കെ എന്താണ് ഇത്രയും ടെമ്പറേച്ചറിൽ ഇനാക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ തീരെ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മുടെ എൻസൈം ആക്ടിവിറ്റി ഇനാക്ടിവേറ്റ് ആയി പോകും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ എപ്പോൾ 50 ഡിഗ്രി സെൽഷ്യസ് ഒരുപാട് കൂടുതൽ ടെമ്പറേച്ചർ വരുവാണെങ്കിൽ ആ എൻസൈം ഡീനേച്ചർ ചെയ്ത് പോകും. അതായത് എൻസൈംസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് ആണല്ലോ, പ്രോട്ടീൻസ് ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ ഡീനേച്ചർ ചെയ്ത് പോകും. അങ്ങനെ അപ്പോൾ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണെങ്കിലാണ് നല്ല രീതിയിൽ നടക്കുക. അപ്പം നമ്മുടെ ടെസ്റ്റിൽ ഈ ഗ്രാഫ് തന്നിട്ടില്ലേ, അതിലെന്താണ് ഇത് ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫാണ്. ഇത് ഈ സൈഡിലെ എൻസൈം ആക്ടിവിറ്റിനെ കാണിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ആദ്യം കൂടി ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ വരെ എൻസൈം ആക്ടിവിറ്റി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ടെമ്പറേച്ചർ നമ്മൾ ആവശ്യപ്പെട്ടില്ല, നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ വന്നപ്പോഴത്തേക്ക് എന്താ ചെയ്തത്, എൻസൈം ആക്ടിവിറ്റിയോടെ കുറയാണ് ചെയ്തത്. അതാണ് ഇപ്പോൾ ഈ ഗ്രാഫ് കാണിക്കുന്നത്. ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇനി അടുത്താണ് pHും ഇതുപോലെ തന്നെയാണ്. ഒരു ഒപ്റ്റിമം pH ഹൈ ആക്ടിവിറ്റി കാണിക്കും. പിന്നെ അതായത് 6.5 to 7 ഒക്കെ വരുമ്പോഴത്തേക്ക് ഹയസ്റ്റ് ആക്ടിവിറ്റി ആയിരിക്കും ഒരു പർട്ടിക്കുലർ pHന് കാണിക്കുന്നത്. ദെൻ എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻസ് ബോത്ത് ബിലോ ആൻഡ് എബോ. ഇതിൽ കൂടുതലോ ഇതിൽ കുറവോ വന്നു കഴിഞ്ഞാൽ എൻസൈം ആക്ടിവിറ്റിനെ ബാധിക്കും. അതുപോലെ തന്നെ പെപ്സിൻ എന്ന് പറയുന്നത് സ്ട്രോങ് അസിഡിക് മീഡിയത്തിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ട്രിപ്സിൻ എന്ന് പറയുന്നത് ആൽക്കലൈൻ മീഡിയത്തിലാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഓരോ ഇതാണ്. പെപ്സിൻ ആസിഡിക് pHലായിരിക്കും അത് നല്ല രീതിയിൽ ആക്ടിവിറ്റി കാണിക്കുക. ട്രിപ്സിൻ ആണെങ്കിൽ ആൽക്കലൈനിൽ നല്ല രീതിയിൽ ഇത് കാണിക്കും, അതിൻ്റെ എഫക്റ്റ് കാണിക്കും. അപ്പോൾ pHൻ്റെ ഗ്രാഫ് ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫുകൾ തന്നെയാണ്. ഒരു ഒപ്റ്റിമം pH വരെ അത് നല്ല രീതിയിൽ എൻസൈം ആക്ടിവിറ്റി പോകും. അതിനുശേഷം അത് നമ്മൾ വിചാരിച്ച ആ ഒപ്റ്റിമത്തിൻ്റെ നിന്ന് ചേഞ്ച് വരുമ്പോഴത്തേക്ക് അത് ഡിക്ലൈൻസ് ചെയ്യും, അത് കുറയും എൻസൈം ആക്ടിവിറ്റി. അതാണ് ഗ്രാഫ് കാണിച്ചേക്കുന്നത് pHൻ്റെ. അടുത്തത് ഫോർ എ ഗിവൺ എൻസൈം കോൺസെൻട്രേഷൻ ദ റേറ്റ് ഓഫ് എൻസൈം റിയാക്ഷൻ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. അതായത് സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെ ഒരു ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഫോർ എ ഗിവൺ എൻസൈം കോൺസെൻട്രേഷൻ ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇത് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് ആദ്യം എന്താ ചെയ്യുക, എൻസൈം റേറ്റ് ഓഫ് എൻസൈം എന്ന് പറയുന്നത് റിയാക്ഷൻ എന്ന് പറയുന്നത് കൂടും. അതായത് സബ്സ്ട്രേറ്റ് ഇങ്ങനെ കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താ പറ്റുക, സബ്സ്ട്രേറ്റ് എൻസൈം അറ്റാച്ച് ചെയ്ത് അതിനുശേഷം പ്രൊഡക്റ്റായി മാറുന്ന അങ്ങനെ അത് നല്ല രീതിയിൽ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. But at higher concentration, enzyme molecule becomes saturated. Adding more substrate doesn't make such a difference. അതായത് ഹൈ കോൺസെൻട്രേഷൻ എൻസൈമിൻ്റെ ഹൈ കോൺസെൻട്രേഷനിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് മോളിക്യൂൾ സാച്ചുറേറ്റഡ് ആവും. അതായത് ഓരോ എൻസൈമിനും ഓരോ സബ്സ്ട്രേറ്റ് അറ്റാച്ച് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് അത് ആ എൻസൈം മോളിക്യൂൾ സാച്ചുറേറ്റഡ് ആകും, അതൊരു ലിമിറ്റിലെത്തും. അതിനുശേഷം പിന്നെ നമ്മൾ എന്തോരം സബ്സ്ട്രേറ്റിനെ ആഡ് ചെയ്ത് കൊടുത്താലും അതിന് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല. അതായത് അത് ഇങ്ങനെ തന്നെ നിൽക്കും. എന്ന് വെച്ചാൽ എൻസൈം സാച്ചുറേറ്റഡ് ഇനി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരും വരണ്ടെന്ന് പറഞ്ഞു, അതായത് സാച്ചുറേറ്റഡ് ആയിട്ട് നിന്നു. അതിനുശേഷം പിന്നെ നമ്മൾ എന്തോരം സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാലും
അതിൽ ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. ഫോർ എ ഗിവൺ എൻസൈം കോൺസെൻട്രേഷൻ ദ റേറ്റ് ഓഫ് എൻ എൻസൈം റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആദ്യം നമ്മൾ കൂട്ടി കൊടുക്കുമ്പോഴത്തേക്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യും. റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ഫോംഡ് ബൈ പെർ ടൈമാണ്. അപ്പോൾ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് ഫോം ചെയ്യും സബ്സ്ട്രേറ്റ് കൂടുതൽ കൊടുക്കുമ്പോൾ. അപ്പോൾ ആദ്യം റേറ്റ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഒരുപാട് ഹൈ കോൺസെൻട്രേഷൻ എൻസൈം വരുമ്പോഴത്തേക്ക് അത് സാച്ചുറേറ്റഡ് ആകും. സാച്ചുറേറ്റഡ് ആകുമ്പോൾ പിന്നെ നമ്മൾ എന്തോരം സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാലും അത് അതിനൊരു ഡിഫറൻസും വരത്തില്ല. അതുപോലെ തന്നെയാണ് എൻസൈം കോൺസെൻട്രേഷൻ. ഇത് നമ്മൾ സബ്സ്ട്രേറ്റ് ആണ്. സബ്സ്ട്രേറ്റും എൻസൈം നമുക്കറിയാലോ. അതുപോലെ എൻസൈം കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻസൈം കോൺസെൻട്രേഷൻ ആദ്യം ഇൻക്രീസ് ചെയ്യുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കൂടും. അറ്റ് വെരി ഹൈ എൻസൈം കോൺസെൻട്രേഷൻ സബ്സ്ട്രേറ്റ് കോസ്റ്റ് ബിക്കം ലിമിറ്റിംഗ്. അതായത് എൻസൈം ഇങ്ങനെ കൂട്ടി കൊടുത്തുകൊണ്ട് ഇരിക്കുമ്പോൾ ആദ്യമൊക്കെ ഓരോ സബ്സ്ട്രേറ്റിനും ഓരോ എൻസൈം വെച്ച് കിട്ടി, അങ്ങനെ അത് നല്ല രീതിയിൽ പ്രൊഡക്റ്റൊക്കെ ഫോം ചെയ്യും. പക്ഷേ ഇങ്ങനെ കൂട്ടി എപ്പോഴും നമ്മളിങ്ങനെ എൻസൈം കൂടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ സബ്സ്ട്രേറ്റ് ലിമിറ്റിംഗ് ആയിപ്പോവും. അതായത് ഇനി എൻസൈമിലേക്ക് ബൈൻഡ് ചെയ്യാനുള്ള സബ്സ്ട്രേറ്റ് ഇല്ല, ലിമിറ്റഡ് ആയത്. അപ്പോൾ എന്താ ചെയ്യുക, അത് റേറ്റ് കൂടുന്നത് നിൽക്കും. റിയാക്ഷൻ സ്റ്റോപ്പ് റിയാക്ഷൻ്റെ ഇൻക്രീസിങ് റേറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക ചെയ്യുന്നത്. അതായത് സബ്സ്ട്രേറ്റ് ലിമിറ്റിംഗ് ആയിപ്പോയി. ആസ് ദ എൻസൈം കോൺസെൻട്രേഷൻ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് അറ്റ് വെരി ഹൈ എൻസൈം കോൺസെൻട്രേഷൻ ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ മേ ബിക്കം ലിമിറ്റിംഗ്, സോ റിയാക്ഷൻ സ്റ്റോപ്പ് ഇൻക്രീസിങ്. അപ്പോൾ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആകും. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് നമ്മൾ ആദ്യം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടി കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ അറിയാൻ റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് നമുക്ക് ഇത് വെച്ചിട്ട് പറയുമ്പോഴാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വെലോസിറ്റി ഓഫ് റിയാക്ഷൻ കൂടും. അതിനുശേഷം കൂടി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. അതിനുശേഷം വി മാക്സ് ഒരു മാക്സിമത്തിൽ അറ്റൈൻ ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ എത്ര കോൺസെൻട്രേഷൻ കൂട്ടിക്കെടുത്തെന്ന് പറഞ്ഞാലും അത് ഈ ഒരു ലൈനിൽ തന്നെ പോകുള്ളൂ, അതിൽ ചേഞ്ച് ഒന്നും വരില്ല. ഓക്കെ. അപ്പോൾ അടുത്താണ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഹിബിറ്റർ നമുക്കറിയാം, അതായത് ഒരു എൻസൈം ആക്ടിവിറ്റീനെ തടയുക. ആക്ടിവിറ്റി ഓഫ് എൻസൈം ഈസ് ഓൾസോ സെൻസിറ്റീവ് ദ പ്രസൻസ് ഓഫ് സ്പെസിഫിക് കെമിക്കൽ. ചില കെമിക്കൽസിൻ്റെ പ്രസൻസിനും നമ്മുടെ എൻസൈമിൻ്റെ ആക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ബൈൻഡ്സ് ടു എൻസൈം ആൻഡ് ബൈൻഡിങ് ഷെഡ്സ് ദ എൻസൈം ആക്ടിവിറ്റി, ഇറ്റ് ഈസ് കോൾഡ് ഇൻഹിബിറ്റേഴ്സ്. അതായത് ഈ കുറേ കെമിക്കൽസ്, സ്പെസിഫിക് കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് വന്ന് നമ്മുടെ എൻസൈമിനെ ബൈൻഡ് ചെയ്യുക. അങ്ങനെ ബൈൻഡ് ചെയ്യുന്നത് വഴി ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റി നിന്ന് പോയെങ്കിൽ അതാണ് നമ്മൾ ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചില സ്പെസിഫിക് കെമിക്കൽസിനെ കൊടുക്കുമ്പോഴത്തേക്ക് ആ കെമിക്കൽസ് ചെന്ന് ആ സബ്സ്ട്രേറ്റ് അറ്റാച്ച് ചെയ്യേണ്ട ആ പൊസിഷനിൽ, എൻസൈമിൻ്റെ ആ പൊസിഷനിൽ ചെന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന കെമിക്കൽസ് എന്നിട്ട് ഇരിക്കും. അങ്ങനെ ഇരുന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റി നിർത്തിക്കളയും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ പിന്നെ പഠിക്കാനുള്ളത് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ്. കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഇൻഹിബിറ്ററിന് നമ്മൾ ആ സബ്സ്ട്രേറ്റുമായിട്ട് മോളിക്കുലർ സ്ട്രക്ചറിൽ നല്ല റിസംബ്ലൻസ് കാണിക്കും. ഓഫ് ഇൻഹിബിറ്റേഴ്സ് ദ ആക്ടിവിറ്റി ഓഫ് എൻസൈം കോൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ്. അതായത് അവിടെ കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ഇതിപ്പോൾ ഒരു ആക്റ്റീവ് ബൈൻഡിങ്, ഇതാണ് ഒരു എൻസൈമിൻ്റെ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ്. ഒരു എൻസൈമിൻ്റെ ബൈൻഡിങ് സൈറ്റാണിത്. അപ്പോൾ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യാനായിട്ടാണ് രണ്ടുപേരും നോക്കുന്നത്. ഇത് ശരിക്കുള്ള നമ്മുടെ സബ്സ്ട്രേറ്റ് ഇവിടെ വന്നിരിക്കേണ്ടത്. അതേ ഇതുള്ള എന്താണ് ഒരു കെമിക്കലും കൂടെ വരികയാണ്. അപ്പോൾ ഇത് ആദ്യം വന്ന് ഇവിടെ ഇരിക്കും. അപ്പോൾ ഇവിടെ രണ്ടുപേരും കൂടെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്, ഇവിടെ ആദ്യം വന്ന് ഇരിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ ക്ലോസ്ലി റിസംബ്ലൻസ്, മോളിക്കുലർ സ്ട്രക്ചറിൽ റിസംബ്ലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇൻഹിബിറ്റർ ക്ലോസ്ലി റിസംബിൾ ദ സബ്സ്ട്രേറ്റ് ഇൻ ഇറ്റ്സ് മോളിക്കുലർ സ്ട്രക്ചർ ആൻഡ് ഇൻഹിബിറ്റ് ദ ആക്ടിവിറ്റി ഓഫ് എൻസൈം. അങ്ങനെ പക്ഷേ ഇതിന് പകരം ഇത് വന്നിരുന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക, ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റി മൊത്തത്തിൽ അങ്ങ് നിലച്ചു പോകും, പിന്നെ അത് ഇല്ല.
അങ്ങനെ വരും. ദെൻ സ്ട്രക്ചർ ആൻഡ് ഇൻഹിബിറ്റ് ദ ആക്ടിവിറ്റി എൻസൈം കോൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ്. അതിന് എക്സാമ്പിളാണ് ഇൻഹിബിഷൻ ഓഫ് സക്സീനിക് ഡീഹൈഡ്രോജനേസ് ബൈ മാലനേറ്റ്. അതാണ് അതിന് എക്സാമ്പിൾ. അപ്പോൾ ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റീനെ നമുക്ക് സ്പെസിഫിക് കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു കെമിക്കൽ വന്നിരുന്ന് ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റി നിലച്ച് പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ പ്രോസസ്സിനാണ് ഇൻഹിബിഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഇൻഹിബിറ്റേഴ്സ് സബ്സ്ട്രേറ്റുമായിട്ട് ക്ലോസ് റിസംബ്ലൻസ് മോളിക്കുലർ സ്ട്രക്ചറിൽ ഒരുപോലെ വരുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്, കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ. അതിന് എക്സാമ്പിളാണ് ഇൻഹിബിഷൻ ഓഫ് സക്സീനിക് ഡീഹൈഡ്രോജനേസ് ബൈ മാലോനേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എൻസൈം ആക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ്. എൻസൈംസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന്. തൗസൻഡ്സ് ഓഫ് എൻസൈംസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് ഐസൊലേറ്റ് ചെയ്തും സ്റ്റഡി ചെയ്തൊക്കെ എടുത്തത് 1000-ഓളം എൻസൈംസ് ഒക്കെ നമ്മൾ ഡിസ്കവർ ചെയ്തും ഐസൊലേറ്റ് ചെയ്ത് സ്റ്റഡി ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഈ എൻസൈംസിനെയൊക്കെ എൻസൈം കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോകെമിസ്ട്രി, അതായത് IUB, എൻസൈംസ് ദ എൻസൈം കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോകെമിസ്ട്രി IUBന്റെ നേതൃത്വത്തിൽ 1961 ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് നെയിമിംഗ് ആൻഡ് ക്ലാസിഫൈ എൻസൈമിനെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നെയിം ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയൊക്കെ ചെയ്തു. എൻസൈംസ് ഡിവൈഡ് ഇൻറ്റു 6 ക്ലാസ്സസ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ദേ കാറ്റലൈസ്. അതായത് എൻസൈമിന് നമുക്ക് 6 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് എന്ത് റിയാക്ഷൻ, വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ അത് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ നമുക്ക് എൻസൈംസിനെ 6 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ആരാണ് ചെയ്തത്? എൻസൈം കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോകെമിസ്ട്രി ഇൻ 1961. അവരാണ് ഈ എൻസൈംസിനെ ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തത്. നമ്മൾ കെമിസ്ട്രിയിൽ നോമൻക്ലേച്ചറൊക്കെ പഠിച്ചിട്ടില്ലേ, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്രിയർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി IUPAC ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് നോമൻക്ലേച്ചറൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ എൻസൈംസും ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് എല്ലാം കൂടെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ക്ലാസിഫൈ ചെയ്തതിൻ്റെ ബേസ് എന്തിൻ്റെ ബേസിൽ, അത് എന്ത് ടൈപ്പ് റിയാക്ഷനാണ് ക്യാരി ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ നമ്മൾ 6 ടൈപ്പായിട്ട് എൻസൈംസിനെ ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്സിഡോറിഡക്ടേസ് ഡീഹൈഡ്രോജനേസ്, അതായത് enzyme which catalyzes oxidoreduction between two substrates S and ഇതിപ്പോൾ രണ്ടാണ്, എസ്സും ഇവിടെ എസ്സിൻ്റെ മുകളിൽ നമ്മൾ എക്സ് ഡാഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എസ് റിഡക്ഷൻ പ്ലസ് എക്സ് ഓക്സിഡേഷൻ. ഇത് എക്സ് ഡാഷിനെ ഇത് രണ്ടും ഇതാണ് സബ്സ്ട്രേറ്റ്സ് ആണ്. അപ്പോൾ ഇതിന് റിഡക്ഷൻ നടക്കുന്നത്, ഇതിന് ഓക്സിഡേഷൻ നടക്കുന്നത്. ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് ഇതിന് ഓക്സിഡേഷൻ നടന്നു, നേരത്തെ റിഡക്ഷൻ വന്നതിന് ഓക്സിഡേഷൻ നടന്നു, ഇതിന് റിഡക്ഷൻ നടന്നു. അപ്പോൾ അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് വരുന്നുണ്ട്. എൻസൈംസ് കാറ്റലൈസ് ഓക്സിഡോ റിഡക്ഷൻ ബിറ്റ്വീൻ, ഇവിടെ ഒരെണ്ണത്തിൽ തന്നെ ഓക്സിജനും റിഡക്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അങ്ങനത്തെ റിയാക്ഷൻസ് കാണിക്കുന്ന എൻസൈംസിനെ നമ്മൾ ഓക്സിഡോ റിഡക്ടേസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേസ് എന്ന് വിളിച്ചു. റുബിലോസ് ബൈഫേസ് കാർബോസിലേസ് ഓക്സിജനേസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ ഓക്സിഡോ റിഡക്ടേസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്നത് ഇതുപോലെ റിയാക്ഷൻ നടക്കുന്നവരാണ്. അതുപോലെ ട്രാൻസ്ഫറൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈം കാറ്റലൈസിങ് എ ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ് G അതർ ദാൻ H ബിറ്റ്വീൻ എ പെയർ ഓഫ് സബ്സ്ട്രേറ്റ് S ആൻഡ് S ഡാഷ്. അതായത് 2 പെയർ ഓഫ് സബ്സ്ട്രേറ്റ് ഇങ്ങനെ ഇരിക്കുക, എസ്സിന് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ G, അതായത് ഗ്രൂപ്പാണത്. ഈ ഗ്രൂപ്പ് എസ് ഡാഷുമായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഈ ഗ്രൂപ്പ് വിട്ടുപോയി മറ്റേതിലേക്ക് വന്നു, അതായത് ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ് നടന്നു. അങ്ങനെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫറൈസസ് എന്ന് പറയും. ഇനി ഹൈഡ്രോളൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈം കാറ്റലൈസ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റേഴ്സ്, അതായത് വാട്ടർ ആഡ് ചെയ്ത് കഴിയുക. എസ്റ്റേഴ്സ് ഇത് പെപ്റ്റൈഡ് ഗ്ലൈക്കോസിഡിക് സി ഹാലൈഡ് അല്ലെങ്കിൽ PN ബോൺസിലേക്ക് ഹൈഡ്രോളിസിസ് H2O വരുന്നതാണ് ഹൈഡ്രോളൈസിസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ലയേസസ് എന്ന് പറഞ്ഞാൽ എൻസൈം ദാറ്റ് കാറ്റലൈസസ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ് ഫ്രം സബ്സ്ട്രേറ്റ് ബൈ മെക്കാനിസം അതർ ദാൻ ഹൈഡ്രോളിസിസ്. അതായത് ഹൈഡ്രോളിസിസ് വാട്ടർ അവിടെ വരുന്നില്ല, അല്ലാണ്ട് തന്നെ സബ്സ്ട്രേറ്റിൽ നിന്ന് ഒരു ഗ്രൂപ്പ് റിമൂവ് ചെയ്ത് പോകുന്നു. അത് അങ്ങനെയുള്ളതാണ് ലീവിങ് ഡബിൾ ബോണ്ട് ലീവ് ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പ് അതിൽ നിന്ന് പോകുന്ന അങ്ങനെയുള്ളത് ലയേസസ് എന്ന് വിളിക്കും. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ സീന് അറ്റാച്ച് ചെയ്ത് എക്സ്, ഇത് വൈ. അപ്പോൾ ഈ XY ഗ്രൂപ്പ് ഇവിടെ അത് ഒരുമിച്ച് ചേർന്നിട്ട് ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്തായി, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ചേർന്ന് ഡബിൾ ബോണ്ട് ആയിട്ട് മാറി. അങ്ങനെ ഡബിൾ ബോണ്ടിന് ലീവ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഇറങ്ങി പോകുന്നതാണ് ലയേസസ്. അങ്ങനെയുള്ളത് നമ്മൾ ലയേസസ് എന്ന് വിളിക്കും. അതുപോലെ ഐസോമറൈസസ് മീൻസ് എൻസൈം കാറ്റലൈസ് ഇന്റർ കൺവേർഷൻ ഓഫ് ഒപ്റ്റിക്കൽ ജോമെട്രിക്കൽ ഓർ പൊസിഷൻ ഐസോമേഴ്സ് വന്നിട്ട് അതിനെ ഇന്റർ കൺവേർട്ട് ചെയ്യുക. അതാണ് എന്ത്
ഐസോമറൈസസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഹെക്സോസ് ഐസോമറൈസ് കൺവേർട്സ് ഗ്ലൂക്കോസ് 6-phosphate ഇൻറ്റു ഫ്രക്ടോസ് 6-phosphate. ഗ്ലൂക്കോസ് 6-phosphateനെ ഫ്രക്ടോസ് 6-phosphate ആക്കുന്നത് ആരാണ്? ഫോസ്ഫോഹെക്സോസ് ഐസോമറൈസ് ആണ്. അപ്പോൾ അതാണ് അതിന് എക്സാമ്പിൾ. അപ്പോൾ ഐസോമറൈസ് എന്ന് പറഞ്ഞാൽ എൻസൈം കാറ്റലിസ്റ്റ് ഇന്റർ കൺവേർഷൻ ഒപ്റ്റിക്കൽ ജോമെട്രിക് പൊസിഷൻ ഐസോമേഴ്സിൻ്റെ കേസിൽ അതിനെ ഇന്റർ കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഗ്ലൂക്കോസ് 6-phosphateനെ ഫ്രക്ടോസ് 6-phosphate ആക്കില്ലേ, അതുപോലെ. ഇനി ലയേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈം കാറ്റലൈസസ് ദ ലിങ്കിങ് ടുഗദർ ഓഫ് 2 compounds, അതായത് കോമ്പൗണ്ട്സിന്റെ ലിങ്കിങ് ടുഗദർ വരിക. എൻസൈം ഇസ് കാറ്റലൈസ് ജോയിനിങ് ഓഫ് CO, CS, CS, CN, PO അതൊക്കെ. അങ്ങനെ അത് രണ്ടും കൂടെ ലിങ്ക് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ളതാണ് ലിഗേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്സിഡോ റിഡക്റ്റേസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജനസ് എവിടെ എന്ന് പറഞ്ഞാൽ റിഡോക്സ് റിയാക്ഷൻ, അതായത് ഒരു ഇതിൽ തന്നെ റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് വരുന്നവരെ നമ്മൾ ഓക്സിഡോ റിഡക്റ്റേസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേസ് എന്ന് വിളിച്ചു. അതുപോലെ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് മറ്റതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അങ്ങനെയുള്ളവരെ ട്രാൻസ്ഫറേസസ് എന്ന് വിളിക്കും. ഹൈഡ്രോളൈസിസ് എന്ന് പറഞ്ഞാൽ അവിടെ വാട്ടർ വന്നിട്ട് പെപ്റ്റൈഡ് ഗ്ലൈക്കോസിഡ് എക്സ്റ്റേഴ്സിനൊക്കെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുന്നു, അതാണ് ഹൈഡ്രോളൈസിസ്. ലയേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രോളിസിസ് നടക്കാണ്ട് ഡബിൾ ബോണ്ട് ലീവ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ലീവ് ചെയ്ത് പോകുന്നതിനെയാണ് ലയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഐസോമറൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ കൺവേർഷൻ ഒപ്റ്റിക്കൽ ജോമെട്രിക് അല്ലെങ്കിൽ പൊസിഷൻ ഐസോമേഴ്സ്. ലിഗേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എൻസൈംസിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, factor. These are non-protein constituent bound to enzyme to make enzyme catalytically active. അതായത് നമ്മുടെ എൻസൈമിൽ നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള കോൺസ്റ്റുവൻസ് കാണും. അതെന്തിനാണ്? ആ എൻസൈമിനെ കാറ്റലിറ്റിക്കലി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. അതായത് അപ്പോ എൻസൈം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പോർഷൻ ഓഫ് എൻസൈം ആണ്. ഇതാണ് ഒരു എൻസൈം, ഇതിൻ്റെ പ്രോട്ടീൻ ആണുള്ള എൻസൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പോർഷനാണ് അപ്പോ എൻസൈം. അപ്പോൾ ഇതിനെ ഈ കോഫാക്ടർ വന്നിട്ട്, ഇത് കോഫാക്ടർ എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ ആണ്, ആ നോൺ പ്രോട്ടീൻ കോഫാക്ടർ വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാവും അതിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് ആകുമ്പോഴത്തേക്ക് ഈ സബ്സ്ട്രേറ്റിൻ്റെ ഷേപ്പുമായിട്ട് ഇത് വരും. അപ്പോൾ ഈ സബ്സ്ട്രേറ്റ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ അപ്പോ എൻസൈം പാർട്ടിലേക്ക് ഈ കോഫാക്ടർ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോളോ എൻസൈം എന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരും. അപ്പോൾ അതിനെ എന്താ വിളിക്കാം? ഹോളോ എൻസൈം എന്ന് വിളിക്കാം. മനസ്സിലായോ? അതായത് കോഫാക്ടർ എന്ന് പറയുന്നത് ഒരു നോൺ പ്രോട്ടീൻ കോൺസ്റ്റുവൻ്റ് ആണ്. അപ്പോൾ നോൺ പ്രോട്ടീൻ കോൺസ്റ്റുവൻ്റ് വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് സാധനം വന്ന് ഇരുന്നാണ് ഈ കാണിച്ചത്. ഇത് വന്ന് ഇരുന്നു. അപ്പോൾ ഇരുന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായി, നേരത്തെക്കാട്ടിലും ചേഞ്ച് വന്നു. അതായത് അത് ഇനാക്റ്റീവ് ആയിരുന്ന അപ്പോ എൻസൈം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പാർട്ട്, അതിനെ ഒരു നോൺ പ്രോട്ടീൻ പാർട്ട് വന്ന് അറ്റാച്ച് ചെയ്തപ്പോൾ ആ ഇനാക്റ്റീവ് ആയിരുന്ന ആ ഭാഗം ഒരു സബ്സ്ട്രേറ്റിനെ വന്ന് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ ആക്റ്റീവായി, അതായത് ഹോളോ എൻസൈം ആയിട്ട് മാറി. അതായത് കോഫാക്ടർ പ്ലസ് അപ്പോ എൻസൈം ഈസ് ഈക്വൽ ടു ഹോളോ എൻസൈം. കോഫാക്ടറിൽ ആണ് അപ്പോ എൻസൈം എന്ന് പറയുന്ന പ്രോട്ടീൻ പോർഷനാണ്, അത് ഇനാക്റ്റീവ് ആണ്. അതിലേക്ക് വന്നിരുന്നപ്പോൾ ഹോളോ എൻസൈം എന്ന് പറയുന്ന ആക്റ്റീവ് പാർട്ടായിട്ട് മാറി. അതാണ് കോഫാക്ടർ. ദീസ് ആർ നോൺ പ്രോട്ടീൻ കോൺസ്റ്റുവന്റ് ബൗണ്ട് ടു ദ എൻസൈം ടു മേക്ക് എൻസൈം കാറ്റലിറ്റിക്കലി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന നോൺ പ്രോട്ടീൻ കോൺസ്റ്റുവൻസ് ആണ് കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. The cofactors may be prosthetic group, coenzyme and metal ions. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആണ് ആകാം, കോഎൻസൈം ആകാം, മെറ്റൽ അയോൺസ്, അങ്ങനെ 3 ടൈപ്പ് കോഫാക്ടേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ദ ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ടൈറ്റ്ലി ബൗണ്ട് ദ അപ്പോ എൻസൈം ആയിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന the organic compounds which tightly bound to the അപ്പോ എൻസൈമായിട്ട് ടൈറ്റ്ലി ബൗണ്ട് ചെയ്തിരിക്കുന്നതാണ് എന്ത്? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് പെറോക്സിഡേസ് ആൻഡ് കാറ്റലൈസസ്. ദ ഹെം ഇസ് ദ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. അവർക്ക് ഹെമ്മാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണത്, അത് നമ്മുടെ അപ്പോ എൻസൈമായിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ബൗണ്ട് ചെയ്തിരിക്കും. അടുത്തതാണ് മെറ്റൽ അയോൺസ്. നമ്പർ ഓഫ് എൻസൈം റിക്വയർസ് മെറ്റൽ അയോൺസ് ഫോർ ദെയർ ആക്ടിവിറ്റി. അതായത് നമ്പർ ഓഫ് എൻസൈംസിനും അവർക്ക് മെറ്റൽ അയോൺസ് ഫോർ ദെയർ ആക്ടിവിറ്റി, അതായത് അവരുടെ ആക്ടിവിറ്റിക്ക് വേണ്ടി മെറ്റൽ അയോൺസിൻ്റെ ആവശ്യമുണ്ട്. ഫോർ സിങ്ക് കോഫാക്ടർ ഫോർ ദ എൻസൈം കാർബോക്സി പെപ്റ്റിഡൈസ്. അതായത് സിങ്ക് എന്ന് പറയുന്നത് കാർബോക്സി പെപ്റ്റിഡൈസിൻ്റെ എന്ന് പറയുന്ന എൻസൈമിൻ്റെ കോഫാക്ടറാണ് സിങ്ക്. അതായത് മെറ്റൽസ് വേണം ചിലതിന്. ദെൻ കോഎൻസൈം എന്ന് പറയുന്നത് ദ ഓർഗാനിക് കോമ്പൗണ്ട് ലൂസ്ലി ബൗണ്ട് ദ അപ്പോ എൻസൈം. നേരത്തെ പറഞ്ഞ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ടൈറ്റ്ലി ബൗണ്ട് ആണ്, ഇതെന്ന് പറയുന്നത് ലൂസ്ലി ബൗണ്ട് ദ അപ്പോ എൻസൈം. എക്സാമ്പിൾ NADയും NADPയും. അപ്പോൾ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? These are non-protein constituent bound to the enzyme to make enzyme catalytically active.
കാറ്റലിറ്റിക്കലി ആക്റ്റീവ് ആവാൻ വേണ്ടി വന്നിരിക്കുന്ന നോൺ പ്രോട്ടീൻ കോൺസ്റ്റുവൻസ് ആണ് കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ എന്ന് പറയുന്ന ഹോളോ എൻസൈം എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് പാർട്ടാവും, അതിന് സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. കോഫാക്ടർ 3 ഉണ്ട്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോ എൻസൈം, മെറ്റൽ അയൺസ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അത് ടൈറ്റ്ലി അപ്പോ എൻസൈമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കും. അതാണ് പെറോക്സിഡേസും കാറ്റലൈസിലും ഹെമ്മാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മെറ്റൽ അയോൺസ്, ചില എൻസൈംസിന് മെറ്റൽ വേണം അവർക്ക് കോഫാക്ടറായിട്ട്. അപ്പോൾ അതാണ് സിങ്ക് എന്ന് പറയുന്നത് കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ കോഫാക്ടറാണ്. അതുപോലെ കോ എൻസൈംസ് എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട് ലൂസ്ലി ബൗണ്ട് ടു അപ്പോ എൻസൈം, ലൂസായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നതാണ് കോ എൻസൈംസ്. അപ്പോൾ എക്സാമ്പിൾ NAD ആൻഡ് NADP. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.